എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് അജ്മീർ ഷെരീഫിലാണ്. ഖാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ദർബാറിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നുള്ളത് പ്രേക്ഷകരെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഖാജ വലിയുള്ളാൻ്റെ ദർബാറിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഖാജ വീണ്ടും നമ്മളെ ദർബാറിലേക്ക് വിളിച്ചിട്ടുള്ളതാണ് പ്രേക്ഷകരെ. എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ ഇത് നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് പറയാൻ. ഖാജ വലിയുള്ളാൻ്റെ ഫുഡാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിൻവശത്ത് കാണുന്നുള്ളത്. അതുപോലെ തന്നെ മുൻവശത്ത് ഇപ്പോൾ അലി റളിയല്ലാഹു തആലയുടെ കർബല ഒക്കെ നടക്കുന്നത് അവിടെ നടക്കുന്നത്. പിന്നെ അത് അവിടുത്തെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്നിട്ട് വെച്ചെങ്കിൽ അവിടെയാണ് ഖാജ ഉപ്പാപ്പ ഒളിവെടുത്ത സ്ഥലം. അതിൻ്റെ പ്രത്യേകതയും കൂടി അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചെങ്കിൽ ഇവിടെ നല്ലൊരു വെയിലുണ്ട്, നല്ലൊരു വെയിലുള്ള കാലാവസ്ഥയാണ്. നല്ല ചൂടുണ്ട് ഇവിടെ. കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞെങ്കിൽ സൂര്യപ്രകാശം വളരെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് നമുക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ ധാരാളം വിശേഷങ്ങളുണ്ട് ഇവിടെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് വരുന്നതാണ്. ഒന്നും അവസാനിക്കുന്നില്ല, വീണ്ടും തുടരുകയാണ്. ഓക്കെ, बोलो भाई, चालू कर दिया मैं. ഇത് ഖാജ ഗരീബ് നവാസിൻ്റെ ഖുബ്ബയാണിത് കാണുന്നുള്ളത് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇത് ഷാജഹാൻ മസ്ജിദാണ് കാണുന്നുള്ളത്. ഷാജഹാൻ മസ്ജിദിൻ്റെ ഉൾവശമാണ് അവിടെ കാണുന്നുള്ളത്. ഇത് ഷാജഹാൻ കെട്ടിക്കൊടുത്ത പള്ളിയാണ്. ഇത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളായതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ഇവിടെ ദുആക്കെ നടക്കാറുണ്ട്. ഖാജ ഗരീബ് നവാസിൻ്റെ ഇപ്പോൾ തൊട്ട അയലത്തിൻ്റെയാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ. ധാരാളം ആളുകളുണ്ട് ഇവിടെ. ധാരാളം ചാനലുണ്ട്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ദുആക്കെ നടക്കുകയാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് സുഹൃത്തുക്കളെ. നമ്മൾ ഖാജ ഗരീബ് നവാസിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇപ്പോൾ കാണുന്നുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളത്. ധാരാളം ഖാജ ഗരീബ് നവാസ് പാപ്പാനോട് ഇഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ, എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഖാജ ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ ഒരു മുഹബത്താണ്, ഒരു ഇഷ്കാണ്. ഇവിടെ കവാലിയൊക്കെ നടക്കുന്നുണ്ട്. കവാലിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ധാരാളം ആളുകളുണ്ട് ഇവിടെ. ധാരാളം ആളുകളോട് ഫോട്ടോ ഒക്കെ സെൽഫിയൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. പല നാട്ടിൽ നിന്നും പല വിദേശത്തുനിന്നും പല ഇക്കത്തുനിന്ന് വന്നവരാണ് ഇവിടെ കാണുന്നുള്ള സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവർ നേരിയ കാലാവസ്ഥയാണ്. അപ്പോൾ അവിടെ മുകളിൽ കാണുന്നത് ഹൗസ് പാക്കിൻ്റെ ചില്ലയാണ്. അവിടെ ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ അവിടത്തേക്ക് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വീഡിയോസ് അവിടെ പോയിട്ട് എടുക്കാം സുഹൃത്തുക്കളെ. അതൊക്കെയാണ് ഇവിടെ കാണുന്നുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഒരു നേരിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നുള്ളത്. ചൂടില്ല. പിന്നെ ഇവിടെ ചൂടെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 36 ചൂട്. എന്നാലും ഒരു മനുഷ്യനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ദുആ നടന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഇതാണ്. നല്ലൊരു എല്ലാവർക്കും റാഹത്ത് കിട്ടുന്നൊരു സ്ഥലമാണ്. എല്ലാവരും ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഖാജ ഗരീബ് നവാസിൻ്റെ സ്റ്റോറി ഓൾറെഡി എല്ലാ ചാനലിലും ഉണ്ടതാണ്. എന്നാലും ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ജന്നത്ത് ദർവാസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം സുഹൃത്തുക്കളെ. ജന്നത്ത് ദർവാസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം.
ജന്നത്ത് ദർവാസിൻ്റെ അടുത്ത് സിയാറത്ത് അവിടെ നടന്നുകൊണ്ടുണ്ട്. അവിടേക്കൊക്കെ കൂട്ടമായിട്ട് ആളുകൾ അവിടെ കൂടിയിരിക്കുകയാണ്. പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നുള്ളത്. ആളുകൾ നല്ലോണം ഉണ്ട് അവിടെ. ആളുകൾ കൂട്ടമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടത്തേക്ക് സിയാറത്ത് ചെയ്യാനാണെന്ന് ഇൻഷാ അല്ലാ. ധാരാളം ജനങ്ങൾ ഇവിടെ തിക്കി നീക്കി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് വളരെ ആളുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇൻഷാ അല്ലാ. ഇവിടെ ഒരു ആളുകളാണ്, ഇതൊരു ഖാദിമയാണ്, ഒരു ആളുകളാണ് ഒക്കെയാണ് കൂടുന്നത്. നല്ലൊരു കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളത്. നല്ലൊരു കാഴ്ചകളാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ കാണുന്നുള്ളത്. ഇൻഷാ അല്ലാ എല്ലാവരും ഇവിടത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരും. സിയാറത്ത് അജ്മീർ എന്ന് പറഞ്ഞിട്ട് സിയാറത്ത് ചെയ്യുന്നത് ഒരു വേറെ ഒരു സംഭവമാണ്. ഒക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാ വീണ്ടും നമ്മളെ ഖാജ ഉപ്പാപ്പ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ വിചാരിക്കാണ്ട് നമ്മൾ ഇവിടത്തേക്ക് യാദൃശികമായിട്ട് ഇവിടത്തേക്ക് എത്തിച്ചെന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നുണ്ട്. ഇതിപ്പോൾ കാണുന്നുള്ളത് അറിഞ്ഞെങ്കിൽ ഇതൊരു പൂവിൻ്റെ പീടിയാണ്. ഇവിടുന്നാണ് പൂവെല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇടുന്നത്. ഇപ്പോൾ ഖാജാക്ക് കൊണ്ടുപോയിട്ട് വിടുന്ന പൂവാണ് ഇത് കാണുന്നുള്ള സുഹൃത്തുക്കളെ. ഇതൊക്കെ കാണുന്നത് ഖാദിമീങ്ങളാണ് ഇവിടെ. ധാരാളം ജനങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഖാദിമീങ്ങളാണ്. പൂവിൻ്റെ പീടിയ അജ്മീറിലേത്തൊരു അജ്മീർ ഇവിടെയാണ് ഖവാലി നടക്കുന്നുള്ളത്. ഇവിടെയാണ് അജ്മീർ ഖാജ പാപ്പാൻ്റെ എൻട്രി ഉള്ളത്. ഇപ്പോൾ 3 സ്ഥലത്താണ് എൻട്രി ഉള്ളത്. ഒന്ന് നമ്മൾ അവിടെയുണ്ട് എൻട്രി ഉണ്ട്. ഇപ്പോൾ ഇതൊരു മെയിൻ എൻട്രിയാണ്. ഇതിൻ്റെ സൈലത്ത് വേറൊരു എൻട്രിയും കൂടിയുണ്ട്. അവിടത്തേക്ക് നമുക്ക് അതിലും പോവാം. പിന്നെ വേറൊരു സ്ഥലത്തുണ്ട്, അതിലും നമുക്ക് കോമൺ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതൊരു പൂവിൻ്റെ പീടിയാണ്. അസ്സലാമു അലൈക്കും. ഇത് കാണുന്നുള്ളത് മോതിരം, അത്തറ്, അതുപോലെ തന്നെ തസ്ബിയ കല്ലൊക്കെ വാങ്ങിക്കുന്ന ഒരു കടകളാണ് കാണുന്നുള്ളത്. പിന്നെ അത് ഹാദിമീങ്ങൾ റെസ്റ്റ് ചെയ്യാനുള്ളത്, നിസ്കരിക്കാനും ഒക്കെയുള്ള ഇതൊരു ഹാദിമീങ്ങളെ ഹുജറസ്ഥാനാണ്. ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ ഒരു മഖ്ബറയാണ് ഇവിടെ കാണുന്നുള്ളതെല്ലാം. ഇപ്പോൾ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഓത്തിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നിസ്കാരം ആളുകളാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെ മിഠായി പീടിയ, മിഠായി, മോതിരം. ഇവിടെ കുട്ടിയുടെ ഇത് വരയ്ക്കുന്നത്, ചെറിയൊരു കാഴ്ച, മുടി മുറിക്കുന്നത്, ഇതൊക്കെ ഇവിടെ വന്നിട്ട് നേർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ചോറ് കൊടുക്കുന്നുണ്ട് അവിടെ. ഖാജോപ്പാപ്പാൻ്റെ ചോറ് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ നേർച്ച കൊടുക്കുന്നുണ്ട്, നേർച്ച ചോറ് കൊടുക്കുന്നുണ്ട് അവിടെ. ഒക്കെ പല ദേശത്തുനിന്നും പല ഭാഷക്കാർ വന്നിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. സിയാറത്തിന് വേണ്ടി വന്നതാണ്. ഖാജ ഗരീബ് നവാസിനോട് എത്ര കാര്യം പറഞ്ഞാലും, ഖാജ ഗരീബ് നവാസ് പാപ്പാൻ്റെ എത്ര കാര്യം പറഞ്ഞാലും അതായത് കുറവാണ്. അത്രയും കാര്യങ്ങൾ ഖാജ ഗരീബ് നവാസ് പാപ്പാൻ്റെ അടുത്തെക്കുറിച്ച് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കാണുന്നത് അമ്പകുന്ന് ബീരാനലി പാപ്പാൻ്റെ അവർ കെട്ടിക്കൊടുത്ത ഹുജറയാണ്. മലബാർ ഗസ്റ്റ് ഹൗസിൻ്റെ ഹുജറയാണത് കാണുന്നുള്ളത് സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ഒക്കെയാണ് കാഴ്ചകൾ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ കാണുന്നത്. എത്ര നല്ല മനോഹരമായ കാഴ്ചകളാണ്. എത്ര നല്ല റാഹത്ത് കിട്ടുന്ന ജനങ്ങളാണ്. എത്രയോ ആൾക്കാരുകൾ ഇപ്പുറത്തേക്ക് വരുന്നുള്ളത് സുഹൃത്തുക്കളെ. നല്ല മനോഹരമായ കാഴ്ചയാണ് കാണുന്നുള്ളത് സുഹൃത്തുക്കളെ.